നമസ്കാരം. പാലക്കാട് പ്രോപ്പർട്ടീസിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് ഞങ്ങളുടെ പാലക്കാടിലെ മലമ്പുഴ പോണ വഴിക്കൂടുള്ള ശാസ്താനഗർ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നല്ലൊരു ഉത്തമ വീടിയാണ് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത് ഈ വീടാണ്. അപ്പോൾ നമ്മുടെ ഈ വീട്ടിലേക്ക് വരുന്ന വഴി ഇതാണ്. നമ്മുടെ പാലക്കാട് നിന്ന് മലമ്പുഴ പോണ വഴിക്കൂടെ നമ്മുടെ മാട്ടമന്തക്കാട് മന്തക്കാട് ഒരു സ്ഥലമുണ്ട്. അവിടെ തൊട്ടടുത്ത് ITI ഉണ്ട്. അത് ചേർന്നപ്പോഴുള്ള വഴിക്കൂടെ ഏകദേശം ഒരു 1 കിലോമീറ്റർ വരുമ്പോൾ നമ്മുടെ ഈ വീടിൻ്റെ ഈ സ്ഥലത്തും ഇങ്ങനെ വഴി വന്നിട്ട് നമ്മുടെ പാലക്കാടിലെ അകത്തെ ഭാഗത്ത് ശാസ്താനഗറാണ്. ഏകദേശം ഒരു 700 മീറ്റർ സമയത്ത് നമ്മുടെ ഈ പ്രോപ്പർട്ടി എത്തും. ഈ സ്ഥലത്തിൻ്റെ ഈ ലോക്കൽ നെയിം വന്നിട്ട് കുര്യൻ റോഡ് എന്നാണ് പറയുന്നത്. ഇവിടുത്തെ ഇല്ലം പ്രോജക്റ്റ് അത് അപ്പർ സൈഡിലാണ് ഉള്ളത്. ഇവിടെ നോക്കിയാൽ വലിയ രീതിയിലുള്ള ഹിൽ വ്യൂസ് ഒക്കെ കാണാൻ സാധിക്കും. നല്ലൊരു റെസിഡൻഷ്യൽ കോളനിയാണ് നമ്മുടെ ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ ഭാഗത്ത് കാണുന്ന എല്ലാ വീടുകളും അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വലിയ വീടുകളാണ് ഉള്ളത്. അതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഈ വീട്. നമ്മുടെ ഈ വീടിക്ക് ഇപ്പുറത്തും താഴെ റോഡുണ്ട്. അതേപോലെ ഈ ഭാഗത്തും താഴേക്ക് പോകുന്ന ഒരു വഴിയാണ്. നമ്മുടെ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നോർത്ത് ഫേസ് ആണ്. മൊത്തം 4 സ്ഥലമുണ്ട്. അത് 1200 സ്ക്വയർ ഫീറ്റ് രീതിയിലുള്ള 2 ബെഡ്റൂം ഹാൾ കിച്ചൺ ആയിട്ടുള്ള ഉത്തമ വീടാണ്. ഫുള്ളി ചെങ്കൽട്ടാണ്. വാസ്തുപ്രകാരം പെർഫെക്റ്റ് ഉണ്ടാകും. ഈ എൻട്രൻസ് കയറി വരുന്നത് തന്നെ ഈ ഭാഗത്ത് ഏകദേശം 3 വണ്ടികൾ നമുക്ക് നിർത്തുന്ന സ്പേസ് ഉണ്ട്. അതിൽ കാർ നിൽക്കുന്നുണ്ട്. ഇതിന്റെ ബാക്ക് സൈഡ് 2 വണ്ടി നിർത്താനുള്ള സ്ഥല സൗകര്യം ഈ ഭാഗത്തുണ്ട്. വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന സകലവിധമായ മരങ്ങൾ എല്ലാം തേക്കാണ്. ഫുള്ളി ചെങ്കൽട്ടാണ്. ഇതിന്റെ എൻട്രൻസ് വരുന്നത് ഇങ്ങനെയാണ്. നല്ലൊരു മോഡലാണ് എൻട്രൻസ് ഉള്ളത്. ഫുള്ളി തേക്ക് മാർബിൾ വളരെ ഡോറാണ്. അതേപോലെ സൈഡിൽ കൂടി പാനലൊക്കെ വളരെ നന്നായിട്ട്. ഇത് കൂടാതെ ഈ ഭാഗത്ത് ചെറിയൊരു ഡോർ കൂടിയുണ്ട്. ഇതൊന്ന് കിച്ചണിന് പുറത്ത് വരുന്ന രീതിയിലുള്ള ഇങ്ങനൊരു ഡോറാണ്. നല്ല വൃത്തിയുള്ള ഡീസൻ്റ് ആയിട്ടുള്ള വീടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ എൻട്രൻസ്. നല്ല രീതിക്ക് സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിത വീടാണ് ഇവിടെ. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഹാള്. നല്ല വൃത്തിയുള്ള ഡീസൻ്റ് ആയിട്ടുള്ള പുത്തമ്പതി വീടാണ്. ഈ ഹാൾ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇതാണ് നമ്മുടെ ഡൈനിങ് റൂം വരുന്നത്. വീട്ടിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളത്തെ സൗകര്യം നമ്മുടെ പ്രദേശമാണ്. ധാരാളമുണ്ട്. ജനറൽ വാതിൽ എല്ലാം തേക്ക് മാത്രമുണ്ട്. കാണാൻ ഉള്ളത് 2 ബെഡ്റൂമാണ്. 2 ബെഡ്റൂം ഗ്രൗണ്ട് ഫ്ലോറാണ്. ആദ്യത്തെ ബെഡ്റൂമായിട്ട് നമുക്ക് ഈ ബെഡ്റൂം കാണാം. നല്ല രീതിയിലുള്ള വീതി കൂടിയ ബെഡ്റൂമാണ്. ഇത്തിരി ധാരാളം സ്പേസ് എല്ലാ ഭാഗത്തും നന്നായിട്ടുണ്ട്. അപ്പോൾ ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച് ബാത്റൂം ഉണ്ട് ഈ ഭാഗത്താണ്. സെക്കൻഡ് ബെഡ്റൂം അപ്പുറത്താണ്. നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം ഈ ഭാഗത്താണ്. നല്ല വീതി കൂടിയ വലിയ ബെഡ്റൂമാണ് ഈ ബെഡ്റൂം. ഈ ബെഡ്റൂം ഭാഗത്ത് അടിച്ചുള്ളത് ഇവിടെയാണ്. ഈ ബെഡ്റൂം അത്യാവശ്യം വീതി കൂടിയ വലിയ ബെഡ്റൂമാണ് ഈ ബെഡ്റൂം. നമ്മുടെ വീടിൻ്റെ കിച്ചൺ സ്ഥിതി ചെയ്യുന്നത് ഈ ഭാഗത്താണ്. കിച്ചൻ്റെ കബോർഡ് വർക്കും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ ഉണ്ട് അത്യാവശ്യം സാമഗ്രി കഴിക്കുന്ന രീതിയിലുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു ഡോർ കൊടുത്തിട്ടുണ്ട്. ഇത് തുറന്നാൽ നമുക്ക് പുറത്ത് പോകാൻ സാധിക്കും. അപ്പോൾ സ്റ്റെയർകേസ് കൂടെ മുകളിൽ നമുക്ക് കാണാം. നല്ലൊരു സ്റ്റെയർകേസാണ്. വീട്ടിൽ എല്ലാ ഭാഗവും ഒരേ കോട്ടയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ മേലെ കയറി വരുന്ന സമയത്ത് വീട്ടിലേക്ക് സ്പേസ് ഉണ്ട്.